shot for the road. I can feel it in my soul. I'm a little jittery if you're ready. വെൽക്കം ബാക്ക് ടു രാമോജിറാവ് ഫിലിം സിറ്റി. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടി പറഞ്ഞ പോലെ നമുക്ക് പ്രീമിയം ടിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ AC ബസ്സിലാണ് കയറ്റിയേക്കുന്നത്. ബാക്കിയുള്ള ടിക്കറ്റ്സിനൊക്കെ നോൺ AC ബസ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലമായിട്ട് കാണുക. ഫിലിം സിറ്റിയിലെ ഏറ്റവും വലിയ ഫൗണ്ടൻ ഈ കണ്ടതാണ്. ഇതേപോലെ ഇഷ്ടംപോലെ പല പേരിലുള്ള ഗാർഡൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് സോങ്സിനൊക്കെ ആയിട്ട് അവർ പറയുന്ന രീതിയിൽ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മളുടെ വണ്ടി. അത് കഴിഞ്ഞ് ഇതുപോലൊരു ഗാർഡനിലോട്ട് നമ്മളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്. ഇതിനകത്ത് ഇഷ്ടംമാതിരി ബട്ടർഫ്ലൈ ഉണ്ട്. നമുക്കതായിട്ട് മിങ്കിൾ ചെയ്യാനും അതിൻ്റെ ഇടയിൽ കൂടി നടക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കും. ഇത് ബേർഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ്. ഇതിൽ ഇതേപോലത്തെ ബേർഡ്സിനെയും ഡക്സിനെയും കുറേ വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ ആയിട്ടൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ കേജ്ഡ് ആയിട്ട് കുറേ ബേർഡ്സിനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഫ്രീ ആയിട്ട് ബേർഡ്സിനെ തുറന്നു വിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളുടെ തലയുടെ മുകളിൽ കൂടി വരെ ബേർഡ്സ് പറക്കുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ടിരിക്കും. പാരറ്റ് പോലൊരു ബേർഡിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ഇവിടെ. അമർ അക്ബർ അന്തോണിയിലെ പൊന്മാനെ പൊന്തേനെ എന്ന് പറയുന്ന പാട്ട് ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഈ കാണുന്നതെല്ലാം ഫേക്ക് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഓരോ സ്ട്രീറ്റായിട്ടും ഓരോ കവലയായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ജസ്റ്റ് POP വെച്ചും ഒക്കെ പ്ലാസ്റ്ററൊക്കെ വെച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് ഓരോ ബിൽഡിങ്ങിൻ്റെയും ഓരോ സൈഡും വേറെ വേറെ, ഇപ്പോൾ ഒരു സൈഡ് എയർപോർട്ടാണെങ്കിൽ മറ്റേ സൈഡ് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ സൈഡ് സിനിമ തിയേറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒന്നും വേറെ സൈഡിൽ നോക്കുമ്പോൾ വേറെ ആയിരിക്കും. എല്ലാം ഫേക്ക് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഇതായാൽ തന്നെ ഒരു സ്ട്രീറ്റായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്. ഇപ്പം നമുക്ക് ആ ഫിലിമിൻ്റെ ഡയറക്ടറിന് എന്താണോ ആവശ്യം ആ രീതിയിൽ ഈ സ്ട്രീറ്റ് മാറ്റി കൊടുക്കും. അപ്പം നടുക്കൊരു തൂണ് കാണും, അതിനുള്ളൊരു സ്റ്റാച്ചു കാണും, അതനുസരിച്ച് ആ നഗറിന് ഒരു പേരിടും. ഇത് ഒരു ഗ്രാമം ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വീടുകളും സെറ്റപ്പുകളും സെറ്റുകളുമാണ്. ഇതിൻ്റെയും പുറകിലെല്ലാം പൊള്ളയാണ്, വെറും പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഒരു എയർപോർട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഉദയനാണ് താരത്തിലെ കരളെ കരളിൻ്റെ കരളെ എന്ന് പറയുന്ന പാട്ടും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ദൃശ്യത്തിലെ ഡെഡ് ബോഡി കുഴിച്ചിട്ടേക്കുന്ന പോലീസ് സ്റ്റേഷൻ ഈ കാണുന്നതിലൊന്നാണ്. പിന്നെ ഒരു സൈഡിൽ പാകിസ്ഥാൻ ബോർഡറും മറ്റേ സൈഡിൽ ജയിലും ഒക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ആ ഡയറക്ടറിന് വേണ്ട രീതിയിൽ ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. ഇത് അവതാർ പോലുള്ള മൂവീസിൻ്റെ ഷൂട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ദേവലോകം വരെ ഇതിനകത്ത് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള സെറ്റ് ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചു.